ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേവതി പൂമാല കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ പറയുന്നുണ്ടായിരിക്കിലിരുന്നിട്ട്, മോളെ സച്ചിയുടെ സ്വഭാവം ഒരുപാട് മാറിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതേ അമ്മ ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്, എന്നെ ഒരുപാട് സ്നേഹമാണ് അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതേ സമയത്ത് അവിടേക്ക് ശ്രുതി കാറിൽ വന്ന് ഇറങ്ങുകയാണ്. വളരെ ടെൻഷനോട് കൂടിയാണ്. അവളാണെങ്കിൽ പുറകിലേക്കൊക്കെ ഇങ്ങനെ നല്ലോണം നോക്കുന്നുണ്ട്. അയാളെങ്ങനെ അവിടെ അമ്പലത്തിൽ വന്ന് നിൽപ്പുണ്ടോ എന്നൊക്കെ നോക്കി നിൽക്കുകയാണ്. അതേ സമയത്ത് ആ ഭയത്തോടു കൂടി നിൽക്കുമ്പോൾ ചന്ദ്രക്ക് ഓടിച്ചെന്ന് അവളെ ഇങ്ങനെ സ്വീകരിക്കുകയാണ്. അപ്പം മുത്തശ്ശി, അതായത് അച്ചമ്മ ചോദിക്കുന്നുണ്ട്, അല്ല ഈ കാര്യങ്ങളൊക്കെ നിന്നോട് ഞാൻ ചോദിക്കണം വിചാരിച്ചിരിക്കുകയായിരുന്നു, നീ എന്താ വിചാരിച്ചത്? ഇതൊക്കെ ഒരിക്കലെങ്കിലും എല്ലാവരും ഇതൊക്കെ അറിയില്ലേ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ മറച്ചു വെക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതിയുടെ മനസ്സിലാകെ വല്ലാത്ത പേടിയാണ് തോന്നുന്നത്. കാരണം താനൊരു കല്യാണം കഴിച്ചതാണെന്നൊരു കുഞ്ഞുള്ളതും ഇവർ അറിഞ്ഞു എന്നുള്ളൊരു ഭയത്താലാണ് ശ്രുതി അങ്ങനെ നിൽക്കുന്നത്. ആ സമയത്ത് എന്താ അച്ഛമ്മ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, അല്ല മോളുടെ അച്ഛനെ ഇതുവരെ അറിയിച്ചില്ല വിവാഹം, അപ്പോൾ അതൊക്കെ ഇങ്ങനെ മറച്ചു വെക്കേണ്ട ആവശ്യമുണ്ടോ, അച്ഛനൊക്കെ അറിയിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ശ്രുതിക്ക് ഒരു ആശ്വാസം ആകുന്നുണ്ട്. വേണ്ട അച്ഛമ്മ, അതൊന്നും അറിയിക്കണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് അവളെ റൂമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡ്രസ്സും ആഭരണങ്ങളൊക്കെ തന്നെ ചന്ദ്ര കൊണ്ടു കൊടുക്കുകയും ചെയ്യാണ്. വേഗം തന്നെ മാറി മണ്ഡപത്തിലേക്ക് വായു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ശ്രുതി അതൊന്നും ചെയ്യുന്നില്ല. ശ്രുതി ഭയങ്കര ടെൻഷനിൽ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അവസാനം അവളൊരു തീരുമാനം എടുക്കുന്നുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ ശ്രുതി അറിയിക്കണം, ശ്രുതി അവസാനം ഒരു തീരുമാനം എടുക്കട്ടെ. ഇനിയിപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വന്ന് അയാൾ ഈ കാര്യം എല്ലാവരോടും തുറന്ന് പറയുന്നതിലും നല്ലത് ഞാൻ മുന്നേ പറയുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ കൂട്ടുകാരിയോട് പറയാണ്. അങ്ങനെ കൂട്ടുകാരിയാണെങ്കിൽ ശ്രുതിയെ അന്വേഷിച്ച് ശ്രുതിയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ ചന്ദ്ര അവിടെ വരുമായിരിക്കും. അപ്പം ചന്ദ്ര ഈ കൂട്ടുകാരിയെ വഴക്ക് പറയുന്നുണ്ട്. നിനക്ക് എന്താ ഈ റൂമിൽ കാര്യം എന്നൊക്കെ ചോദിച്ച് അവർ രണ്ടുപേരും തനിയെ സംസാരിക്കണ കാണുമ്പോൾ ആ കൂട്ടുകാരിയെ ശ്രുതിയുടെ അരിയിലേക്ക് തന്നെ പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംഭവം പാളിപ്പോവാണ്. അതേ സമയത്ത് തനിക്ക് തൻ്റെ ഫോൺ എടുത്തിട്ട് ശ്രുതിയെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം അറിയിക്കുകയാണ്. അങ്ങനെ അവൾ എല്ലാ കാര്യങ്ങളും ശ്രുതിയോട് ഫോണിലൂടെ പറയുന്നുണ്ട്. പക്ഷേ ശ്രുതി ആ കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. കാരണം ശ്രുതി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ തുടക്കത്തിൽ തന്നെ അവിടേക്ക് രവീന്ദ്രൻ വരികയാണ്. അങ്ങനെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ ഇതുവരെ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തില്ലടാ എന്ന് ചോദിച്ചിട്ട് അവൻ്റെ കയ്യിൽ നിന്നും ആ ഫോൺ തട്ടിപ്പറിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പം തന്നെ ഓഫ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പം എന്നിട്ട് പറയാണ്, ഇനി ഈ സമയത്ത് ഫോണും ചെയ്ത് ആരെയും നിൽക്കണ്ട, നീ വേഗം റെഡിയായി അങ്ങോട്ട് വായോ, നിനക്ക് ഇനി കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരികെ ഫോൺ തരുള്ളൂ എന്ന് രവീന്ദ്രൻ അവിടെ ഒരു കാര്യം അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രുതി പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ശ്രുതി കേൾക്കാനിട വരുന്നില്ല. അങ്ങനെ ആ കല്യാണം പിന്നെയും പല പ്രശ്നങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് തന്നെ ആ കല്യാണം എന്തായാലും നടക്കുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്